വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുതിയുള്ള നാമം എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. രണ്ടാമത്തെ മകൾ നമ്മുടെ ആരാധനയിലുള്ളത് പ്രിയ സഹോദരി ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണല്ലോ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മെ സങ്കീർത്തനക്കാരൻ നമ്മെ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിക്കും. സ്തോത്രം. അത് ഇന്നലെയും എന്നും എന്നേക്കും നാം പാടിയതുപോലെ സ്തോത്രം അനന്യനായിരിക്കുന്ന ഒരു ദൈവം. അവൻ തന്റെ സ്വഭാവത്തിന്, തന്റെ ചിന്തകൾക്ക്, തന്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ലാത്തവനായിരിക്കുന്ന അവൻ കർത്താവിനെ അവൻ നമുക്ക് മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കണം. കർത്താവിൽ അവൻ നമുക്ക് വർഷിപ്പാനെത്തണം. കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതായ ശ്രദ്ധയോടെ വരുത്തിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലം ഞാൻ പല ആവർത്തികളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന യഹൂദജനം, യഹൂദ വിശ്വാസികൾ, എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് തങ്ങളുടെ ഡിഗ്നിറ്റിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ അന്തസ്സിന് ചേരുന്നതല്ല എന്നുള്ളൊരു ധാരണയും അപ്പോൾ തന്നെ പലവിധമായിരിക്കുന്ന പീഡനങ്ങള് പരീക്ഷകളിലൂടെ സഭ കടന്നുപോയപ്പോൾ യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികള് അവർ തങ്ങളുടെ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലമാണ് നാം ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന 7 മുന്നറിയിപ്പുകളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ വായിച്ചത് 1-ാമത്തെ ഒരു മുന്നറിയിപ്പാണ്. മകനെ, മുന്നറിയിപ്പ് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഒരു ഡിസാസ്റ്റർ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തില് നമുക്ക് മെസ്സേജുകളോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. സ്തോത്രം. നമ്മുടെ ജീവരക്ഷയ്ക്കായിട്ട് നമ്മൾ സേഫായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ജീവനെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നമ്മളെ മാറ്റി നിർത്തുവാൻ വേണ്ടിയാണല്ലോ മുന്നറിയിപ്പുകളെ ഇവിടെ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസും ഇവിടെ നൽകി തരുന്ന ചില മുന്നറിയിപ്പുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയില് പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിത യാത്രയാണ് നാം ഓരോരുത്തരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങള്, അല്ലായെങ്കിൽ പലവിധമായിരിക്കും നമ്മുടെ കൂട്ടുകെട്ടുകള്, അല്ലായെങ്കിൽ മറ്റു പല കാര്യങ്ങള് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഭംഗം വരുത്തുവാൻ
നടത്തുവാനുള്ള വെല്ലുവിളികൾ നമ്മുടെ മുന്നില് ഉയർന്നു നിൽക്കാറുണ്ട്. ഇതിന്റെ മധ്യത്തില് നമ്മെ ക്രിസ്തീയ ജീവിതം വിജയത്തോടെ നമ്മെ നയിക്കുവാനായിട്ട് സഹായിക്കുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുയേശുവിനുള്ള നമ്മുടെ പ്രത്യാശ എന്നുള്ളതാണ്. ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തം, ആ നിത്യജീവൻ നമുക്ക് പ്രാപിക്കണം എന്നുള്ള ഒറ്റയൊരു ചിന്ത ഇഹലോകത്തിൽ വസിക്കുന്ന നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തില് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾക്ക് ഓരോരുത്തർക്കും നയിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നുവല്ലോ. അതിനാണല്ലോ നമ്മൾ ഓരോരുത്തരും ആലയത്തിൽ കടന്നു വരികയും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കണമേ, നമ്മളിവിടെ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഒരു ദൈവിക തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. എന്റെ തെരഞ്ഞെടുപ്പല്ല, എന്റെ ചോയ്സ് അല്ല. ഇത് ദൈവത്തിന്റെ ഒരു ദൈവികമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം തന്റെ രക്ഷാകരണ പ്രവൃത്തി ക്രിസ്തുവിലൂടെ അത് നമുക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ആയിരിക്കുവാനുള്ള മറ്റൊരു കാരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മെ ഈ ആലയത്തിൽ കൊണ്ടുവന്നിരുത്തുന്നതിന്റെ ചില കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാ. ദൈവമക്കളിൽ നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി, രക്ഷാകരമായിരിക്കുന്ന പദ്ധതി ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. നമ്മുടെ സാൽവേഷൻ, നമ്മുടെ രക്ഷയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ദാനമൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് എന്നുകൂടെ നമ്മള് മനസ്സിലാക്കുവാനായിട്ടിടയാകണം. അത് മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷയുടെ പ്രകൃതി എന്ന് പറയുന്നത് അത് അനന്തമായിരിക്കുന്നതാണ്. അത് കേവലം ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കേവലം ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കേവലം ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല. അത് എല്ലാവരിലേക്കും നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പകർന്നു തന്നിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്നത്. ആ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായി ഇടയാകണം. ഇവിടെ മനസ്സിലാക്കുന്നത് അതാണ് ദൈവത്തിന്റെ പ്രകൃതി എന്ന് നമുക്ക് നേച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ വചനം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതുമായത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ടാണ് ദൈവമക്കളെ ഞാൻ നിങ്ങളും ഇനി ആലയത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഐക്യത, അത് നമ്മളിലേക്കും വ്യാപരിച്ചിരിക്കുകയാണ്. വളരെ ശാന്തമായി ക്രിസ്തുവിൽ ഉള്ള ഐക്യത, അത് നമ്മളിലും അത് വെളിവാകുന്നു. ഐക്യപ്പെട്ട് ആലയത്തിൽ നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അനന്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഈ ആലയത്തില് ഇരിക്കുവാനായിട്ടിടയായത്. ദൈവസന്നിധിയില് ആ ദൈവത്തിന്റെ കൃപാസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനായിട്ടിടയായത്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് ഒന്നാമത്തെ വാണിംഗ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് സ്തോത്രം കേട്ടത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. Do not drift away. നമ്മൾ ഒഴുകിപ്പോകരുത്, നമ്മൾ വഴുതിപ്പോകരുത്. ഈ വാക്കുകളൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കപ്പല് ഒരു പോർട്ടിൽ അടുപ്പിച്ചു കഴിഞ്ഞാൽ, തുറമുഖത്ത് അടുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കെട്ടഴിഞ്ഞു പോയ
അല്ലെങ്കിൽ കെട്ട് ആമീൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആമീൻ അത് ലക്ഷ്യബോധമില്ലാതെ ആമീൻ ഒരു ലക്ഷ്യത്തിലേക്ക് എന്നല്ലാതെ ആമീൻ ഒരു അപകടത്തിലേക്ക് നീങ്ങുന്ന ഒന്നായിട്ടാണ് ആമീൻ നമുക്കതിനെ ചിത്രീകരിക്കുവാനായിട്ട് കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ ആമീൻ നാം കേട്ടിരിക്കുന്ന സുവിശേഷം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ ആമീൻ നാം അലക്ഷ്യമാക്കിയാൽ ദൈവവചനം നമ്മെ ആമീൻ ഓർമ്മിപ്പിക്കുന്നത് ആമീൻ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ആമീൻ ഇത്ര വലിയ രക്ഷയെ ആമീൻ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയോ? അതിന്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നമുക്ക് ഒത്തിരി ആമീൻ പറയുവാനുള്ള സമയത്തിന്റെ ചുരുക്കമുണ്ട്. ആമീൻ വേഗത്തിൽ പോകട്ടെ. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ആമീൻ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമ്മൾ കേട്ടത് ആമീൻ സ്തോത്രം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ആമീൻ പറയുകയാണ്, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, ഒഴുകിപ്പോകുകയില്ല. ചില സാഹചര്യങ്ങളിൽ, ചില സമയങ്ങളിൽ ആമീൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ആമീൻ ഒഴുകിപ്പോകാൻ, ആമീൻ ദൈവ സ്നേഹത്തിൽ നിന്ന് ആമീൻ ഞാൻ നിങ്ങൾ ഒഴുകിപ്പോകാറുണ്ട്. ആമീൻ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നിന്ന് ഞാൻ നിങ്ങൾ ഒഴുകിപ്പോകാറുണ്ട്. എന്നാൽ ദൈവവചനം ആമീൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആമീൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമീൻ ഏറ്റവും അധികമായിട്ട് ആമീൻ ശ്രദ്ധയോടെ ആമീൻ നമ്മൾ കരുതിക്കൊള്ളുവാനായിട്ടിടയാകണം. ആമീൻ സ്തോത്രം. അവിടെ പറയുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നതും ഓരോ ലേഖനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ സ്തോത്രങ്ങളെ നമ്മെ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നത് സ്തോത്രം അനുസരിക്കാതെ വന്നുവെങ്കിൽ അനുസരണക്കേടിന്റെ സ്തോത്രം ശിക്ഷയും അവർക്ക് അവിടെ ലഭിച്ചുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ പൗലോസ് ആമീൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമീനെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ആമീൻ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ വസിച്ചപ്പോൾ എന്റെ കർത്താവ് ആമീൻ സ്വർഗ്ഗരാജ്യം ആമീൻ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മനസ്സാന്തരപ്പെടവേ എന്നുള്ള വചനം ആമീൻ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചുള്ള ആമീൻ സുവിശേഷം എന്നെയും നിങ്ങളെയും ആമീൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ആമീൻ ഞാനും നിങ്ങളും ആമീൻ കടന്നു പോകണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമീൻ സ്തോത്രം. വീണ്ടും നമുക്ക് ആമീൻ കാണുവാനായിട്ട് കഴിയുന്നു. ആമീൻ സ്തോത്രം. അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം ആമീൻ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷികൾ ആമീൻ നിന്നതും ആമീൻ സ്തോത്രം. നോക്കണമേ ആമീൻ സ്തോത്രം. എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ആമീൻ സ്തോത്രം. ദൈവമക്കളെ ആമീൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആമീൻ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടില്ലേ? ആമീൻ സ്തോത്രം. ഇനി ഒരു സാക്ഷ്യം ആമീൻ നിങ്ങളുടെ മുന്നിൽ ആവശ്യമാണോ? ആമീൻ സ്തോത്രം. അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആമീൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞില്ലേ? എന്നിട്ടും ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, എന്നിട്ടും ഈ രക്ഷയെ അലക്ഷ്യമാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആമീൻ സ്തോത്രം. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനിയൊരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീണ്ടും ദൈവവചനം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ആമീൻ സ്തോത്രം തന്റെ ഇഷ്ടപ്രകാരം ആമീൻ പരിശുദ്ധാത്മാവിനെ നൽകി തന്നുകൊണ്ടും ആമീൻ സ്തോത്രം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ആമീൻ നാം കർത്താവിനെ അറിഞ്ഞ നാളിൽ തന്നെ എന്റെ ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ആമീൻ സ്തോത്രം ആമീൻ സകലതും ആമീൻ നമ്മൾ അനുഭവിച്ചറിഞ്ഞില്ലേ? ആ ആത്മാവിനെ നമ്മൾ ആസ്വദിച്ചറിഞ്ഞില്ലേ? ആമീൻ നമ്മൾ രുചിച്ചറിഞ്ഞില്ലേ? എന്നിട്ടും ഈ രക്ഷയെ ആമീൻ നമ്മൾ തള്ളിക്കളഞ്ഞ ആമീൻ സ്തോത്രം.
നമ്മളോട് അരുളി ചെയ്യുന്നത്, ആമേനോട് പൗലോസ് നമ്മളോട് ആമേൻ ഓർമ്മിപ്പിക്കുന്നത്, ആമേൻ ഈ ഒരു മാനസാന്തരത്തിന് അവസരം ഉണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം. ആമേൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആമേൻ സ്തോത്രം തന്നതും ആമേൻ ആമേൻ സ്തോത്രം സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ആമേൻ സ്തോത്രം ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് അവർ കേട്ടത്, അവർ കണ്ടത്, ആമേൻ ഹല്ലേലൂയ, യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവര്, അവർ കേട്ടത്, അവർ കണ്ടത്, ആമേൻ നമ്മെ ഉറപ്പിച്ചു തന്നതുമായിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ ആമേൻ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയും? ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ നാം കേട്ടത് ഒഴുകി പോകാതിരിക്കേണ്ടതിന് ശ്രദ്ധയോടെ ഈ നാളുകളിൽ നമ്മൾ കരുതിക്കൊള്ളുവാനാണ്. എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിത യാത്രയില് ആമേൻ സ്തോത്രം പല വെല്ലുവിളികള്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പലതരമായിരിക്കുന്ന പ്രശ്നങ്ങളും ആമേൻ പരിശോധനകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ആമേൻ ഈ രക്ഷയെ നാം മുറുകെ പിടിക്കുവാനായിട്ടിടയാണ്. രണ്ടാമതായിട്ട് ആമേൻ 3-ാം അധ്യായം അതിന്റെ 12 മുതൽ ആമേൻ 19 വരെയുള്ള വാക്യങ്ങള് ആമേൻ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിശ്വാസമുള്ള ഒരു ഹൃദയം. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ മുന്നറിയിപ്പ് 3-ാം അധ്യായം 12 മുതൽ ആമേൻ 19 വരെ വാക്യങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയ ചുരുക്കം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആമേൻ സ്തോത്രം. അതിന്റെ 12-ാം വാക്യം ആമേൻ ഒന്ന് വായിച്ചാൽ. ആമേൻ നോക്കണമേ, ഇവിടെ പറയുകയാണ് ജീവനുള്ള ദൈവത്തെ ആമേൻ തെളിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അപ്പോൾ അവിശ്വാസമുള്ള ഒരു ഹൃദയം. അപ്പോൾ പലപ്പോഴും ആമേൻ നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ആമേൻ നമ്മെ കൂടുതലായിട്ടും ഭരിക്കുന്നത് ആമേൻ അവിശ്വാസമാണ്. അവരുടെ ഈ ഭാഗം ആമേൻ കോർത്തിണക്കി പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ആമേൻ ഇസ്രായേലിൽ നിന്ന് ആമേൻ കനാനിലേക്കുള്ള യാത്രയിലെ മരുഭൂമിയുടെ അനുഭവങ്ങളോട് ചേർത്ത് വെച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ആമേൻ ഇവിടെ പറയുന്നത്. അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഇതാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസിനെ എടുത്തു പറയുവാനുള്ളത്. സ്തോത്രം. നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് മത്സരിച്ച് അവർ ഹൃദയ കാഠിന്യമുള്ളവരായി തീർന്നു. അവർക്ക് അവിശ്വാസമുള്ള ഒരു ഹൃദയം അവരുടെ ഉള്ളിൽ രൂപപ്പെടുവാനായിട്ടിടയായി. 40 ആണ്ട് സ്തോത്രം അത്ഭുതകരമായി അവരെ വഴിനടത്തി. പിന്നെയും അവർ എന്ത് ചെയ്യുകയാണ്? അവനെ പരിശോധിച്ച് ശോധന ചെയ്തുകൊണ്ടിരിക്കുകയായി. ദൈവമക്കളെ, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയില് ഞാനും നിങ്ങളും പല അത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മളെ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവം എനിക്ക് മതിയായവനെന്നുള്ള ഉറപ്പ് നമ്മുടെ കർത്താവിന് നമ്മൾക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനായിട്ടിടയാകണം. കർത്താവിന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്റെ ദൈവം വഴിനടത്തും. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്റെ ഇന്നത്തെ അവസ്ഥകൾ എന്റെ ദൈവമായ കർത്താവ് നാളെ എനിക്കത് മാറ്റിത്തരുവാൻ എന്റെ കർത്താവ് ശക്തനാണെന്നുള്ള അവന്റെ വിശ്വാസവും ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകുവാനായിട്ടിടയായി. പലപ്പോഴും നമുക്ക് ഉറപ്പില്ല, പലപ്പോഴും നമുക്ക് ധൈര്യമില്ല. എന്റെ കർത്താവ് എനിക്ക് മതിയായവനെന്ന് പറയുവാന് സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ധൈര്യമില്ല. സഭയിലെ മുൻപുണ്ടായിരുന്ന കർത്താവിന്റെ ദാസൻ സ്തോത്രം പറഞ്ഞൊരു സാക്ഷ്യത്തിന്റെ ആ കഥ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. അദ്ദേഹം ഇടുക്കിക്കാരനായിരുന്നു. തന്റെ വീടിനടുത്ത് ഒരു സഹോദരൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു 10, 22, 23 വയസ്സായി
വിവാഹം നടക്കുന്നില്ല. അപ്പോൾ അവര് പറഞ്ഞത് അപ്പം അവരുടെ വീട്ടുകാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരിക്കുന്ന കർത്താവിൽ നിന്ന്, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ആമിസ്തോത്രം തന്റെ കഠിനമായിരിക്കുന്ന തീരുമാനം തന്റെ കത്തോലിക്ക അനുഭവത്തിലുള്ള മാതാപിതാക്കളെ അറിയിക്കുവാനായിട്ട്. അന്നേരം ഈ മാതാപിതാക്കൾ അവരെ കളിയാക്കി പറഞ്ഞു, നീ കാത്തിരുന്നോ, നിന്നെ ഒരു കളക്ടർ കെട്ടുവാനായിട്ട് വരും. എന്താ പറഞ്ഞത്? നിന്നെ ഒരു കളക്ടർ കെട്ടുവാനായിട്ട് വരും. ഈ സംഭവത്തിൽ പ്രാർത്ഥിക്കാൻ എന്തായാലും വീട്ടുകാർ പറഞ്ഞില്ല. അപ്പൊ കളക്ടർ തന്നെ എന്നെ കെട്ടണമെന്നുള്ള ഇത് പ്രാർത്ഥിക്കാൻ 4 വർഷം പ്രാർത്ഥിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ 28ാമത്തെ വയസ്സിൽ ഒരു കളക്ടർ വന്ന് ആ സഹോദരി വിവാഹം കഴിച്ചതാണ്. ദൈവമക്കളെ, ഉറപ്പെന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത് അവിശ്വാസമുള്ള ഒരു ഹൃദയമല്ല. ആമീൻ. ദൈവത്തില് ആമീൻ വിശ്വാസമുള്ള ഒരു ഹൃദയം. ആമീൻ. സ്വന്തം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആമീൻ ശക്തനാണ്. ആമീൻ. സ്വന്തം 40 ആണ്ട് ആമീൻ ഇസ്രായേൽ ജനത്തെ ആ മരുഭൂമിയിലൂടെ എന്റെ ദൈവമായ കർത്താവ് ആമീൻ നടത്തിയെങ്കിൽ ഞങ്ങളെയും ആമീൻ എന്റെ കർത്താവ് ആമീൻ നടത്തുവാൻ ആമീൻ ശക്തനാണെന്നുള്ള ഉറപ്പും ധൈര്യവും ആമീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വിശ്വാസമുള്ള ഒരു ഹൃദയം ആമീൻ നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ടിടയാകണം. ആമീൻ. സ്തോത്രം. ദൈവജനം നമ്മെ ആമീൻ ഓർമ്മിപ്പിക്കുന്നത് ആമീൻ സ്തോത്രം. ആമീൻ അതിന്റെ 14-ാം 15-ാം വാക്യം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ ആമീൻ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ ആദിമമുള്ള വിശ്വാസം അവസാനത്തോളം നാം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുവാനായിട്ട്. ആവശ്യത്തിന് നമ്മുടെ വിശ്വാസം ജീവിതം വളരുന്നതിനനുസരിച്ച് ആവശ്യത്തിന് നമ്മൾ വളർച്ചയുണ്ടെങ്കിലും വിശ്വാസം എന്താണ്? അവിശ്വാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശങ്കയാണ്, ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുമോ? ഈ കർത്താവിന് വേറെ പണിയൊന്നും ഇല്ലെന്നാണ് നമ്മുടെ ചോദ്യം. ആവശ്യത്വം അല്ലെങ്കിൽ പല യുക്തിപരമായിരിക്കുന്ന ചിന്തകള്, അതിന് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആമീൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയെ ആമീൻ പലപ്പോഴും കുറച്ചു കാണുകയാണ്. ഇല്ല, ആമീൻ എന്റെ ദൈവം, ആമീൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആമീൻ നമുക്ക് കുറച്ചു കാണേണ്ടതില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത രീതിയില്, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത രീതിയില് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമീൻ പ്രവർത്തിക്കുവാൻ ആമീൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുവാനായിട്ട് യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആമീൻ സ്തോത്രം. ആമീനോട് പറയുന്നു, ആമീൻ ഒരു കാറ്റ് കണ്ടിട്ടില്ല, ഒരു കോട് കണ്ടിട്ടില്ല, ഒരു കാല് കണ്ടിട്ടില്ല. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, കുഴികളെ വെട്ടുവീ. ആമീൻ സ്തോത്രം. വിശ്വാസത്തോടെ കൂടെ വെട്ടി ആമീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ ആമീൻ കാറ്റ് വന്നു, കോട് വന്നു, കാർമേഘം വന്നു, ആമീൻ മഴ പെയ്തു, കുഴികളെ നിറയ്ക്കുവാൻ ഇടയായെങ്കിൽ ആമീൻ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസ ജീവിത യാത്രയില് ആമീൻ നിങ്ങൾ നോക്കുമ്പോൾ പലതും ബ്ലാങ്ക് ആയിട്ട് ആമീൻ കാണുമെങ്കിലും ആ ബ്ലാങ്കിന്റെ ഉള്ളില് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കർത്താവ് ശക്തനാണ്. തിരിച്ചറിയുവാനായിട്ടിടയായി. ആമീൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തനാണ് എന്റെ കർത്താവെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആദ്യം മുതലുള്ള വിശ്വാസം എന്ത് ചെയ്യണം? ആമീൻ അവസാനത്തോളം നാം മുറുകെ പിടിക്കുവാനായിട്ടിടയാകണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരെന്ന് കേട്ടിട്ട് മത്സരിച്ചു. നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ ശബ്ദത്തിന് ചെവി കൊടുക്കുവാനായിട്ട്, ആ ശബ്ദത്തിന്റെ മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിക്കുവാനായിട്ടാകണം. എന്റെ ദൈവമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആമീൻ ശക്തനാണെന്ന് നമുക്ക് പറയുവാനായിട്ടാകണം. മൂന്നാമതായിട്ട് ആമീൻ എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11 മുതൽ 6-ാം അധ്യായം അതിന്റെ 1 വരെയുള്ള ആമീൻ വാക്യങ്ങള് വായിക്കുമ്പോൾ ആമീൻ സ്തോത്രം ആത്മീയ പക്വത ഇല്ലായ്മ. മൂന്നാമത്തെ മുന്നറിയിപ്പ് നമുക്ക് നൽകി തരുന്നത് ആത്മീയ പക്വതയില്ലായ്മ. ആമീൻ സ്തോത്രം. മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി ആമീൻ നമുക്ക് ഇല്ലാതെ പോകുന്നു. ആമീൻ സ്തോത്രം. വായിക്കാം ആ ഭാഗം ഒന്ന്.
എങ്കിലും നിങ്ങൾ കേൾക്കാൻ ആദ്യമുള്ളതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിത്തീരുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കും. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ ദൈവത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തിരിഞ്ഞവർക്കത്രേ പറ്റുകയുള്ളൂ. അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യം കൂടെയുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം പേഴ്സണലായിട്ട്. അങ്ങനെ ഇവിടെ നോക്കണമേ, ആത്മീയ പക്വതയില്ലായ്മ. 3-ാമത്തെ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. ആമേൻ, നമ്മൾ ആത്മീയത്തില് നമുക്ക് പക്വതയുള്ളവരായിട്ട് നാം വളരണം. ഇവിടെ പറയുകയാണ് 12-ാം വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ആദ്യ പാഠങ്ങളെ ഉപദേശിച്ചു തരുവാൻ ഇപ്പോഴും ആവശ്യമായിരിക്കുന്നു. അവൻ വളർച്ചയില്ലായ്മ. അതാണ് നമുക്കിവിടെ ആത്മീയത്തിൽ വളർച്ചയില്ലായ്മ. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെ ആമിശ്രം. ഇതൊക്കെ നമ്മുടെ ചിന്ത എന്താണ്? ആമിശ്രം സ്നാനം, മുഴുവൻ സ്നാനമാണോ നല്ലത്? സ്പ്രിംഗിളാണോ? കിടത്തിയാണോ? ഇരുത്തിയാണോ? കടത്തിയാണോ? പിന്നെന്താ നമ്മുടെ ചോദ്യം? ഇങ്ങനത്തെയൊക്കെ ആമിശ്വത്രം ആവശ്യമില്ലാത്ത തർക്കങ്ങള്. ആമിശ്വത്രം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്ന മുഴുവൻ സ്നാനം തന്നെയാണ്. ഇനി അതിനെ കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം എന്തെയ്യേണ്ട ആവശ്യമില്ല. നടത്തേണ്ടുന്ന ഉദാഹരണം പറഞ്ഞതാണ്. ആവശ്യമില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആമിശ്വത്രം ഇപ്പോഴുള്ള പറയുന്നത് എന്താണ്? ആമിശ്വരുടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംശയമാണ്. നമുക്ക് എന്താണ്? സംശയമാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ആത്മീയമായിരിക്കുന്ന ഒരു പക്വതയില്ലായ്മ, ഒരു വളർച്ചയില്ലായ്മ. അത് ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണ്. സ്തോത്രം, കട്ടിയായുള്ള ആഹാരമല്ല. സ്തോത്രം, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിന്റെ പരിജ്ഞാനമില്ലാത്തവനത്രേ. പാൽ കുടിക്കുന്നവൻ ഇപ്പോഴും എന്താണ്? പരിജ്ഞാനം ഉള്ളവനെന്നാണോ ഇല്ലാത്തവനെന്നാണോ? ഇല്ലാത്തവനത്രേ. അപ്പോൾ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന്റെ മേൽ വളർത്തിയെടുക്കുന്ന സ്തോത്രം, ആ പരിജ്ഞാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർജിച്ചെടുക്കുവാനായിട്ട് ഇടയാകണം. പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ പ്രത്യേകത, ആ കുഞ്ഞിന് ശരിയും തെറ്റുമേലും എന്ത് ചെയ്യില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാണ് ശൈശവത്തിന്റെ പ്രശ്നം. ശൈശവത്തിന്റെ പ്രശ്നം ശരിയും തെറ്റും തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതതിന്റെ പ്രായത്തില് അതൊരു ബാലനായി തീരുമ്പോൾ, അവന്റെ മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ശരിയും തെറ്റും അവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? ഇപ്പോഴും പാൽ കുടിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ആമിസ്തോത്രം തർക്കങ്ങളെ അല്ല, ആമിസ്തോത്രം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ്, ആമിസ്തോത്രം പക്വതയോടെ, കാര്യങ്ങളെ വിവേകത്തോടെ ഇടപെടുന്ന ആ രീതിയിലേക്ക് ഞാനും നിങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിക്കൊണ്ടുവരുവാനായിട്ടിടയാകും. ഒരു പ്രശ്നത്തെ കാണുമ്പോൾ അതിനെ വിവേകത്തോടുകൂടെ ഇടപെടുവാൻ നമ്മൾ പഠിക്കണം. പക്വതയോടെ നമ്മൾ ഇടപെടുവാൻ പഠിക്കണം. അതിനെന്ത് ചെയ്യണം? പക്വതയോടെ ഇടപെടുവാൻ പഠിക്കണം. ഒരിക്കല് ഞാൻ ഉദാഹരണം പറയാം. ഒരിക്കല് ഇരിക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നമ്മള് കൂട്ടത്തിലൊരു സഹോദരൻ അവിടെ കണ്ടല്ലോ ഒരു ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചപ്പൊടിക്കും. ചെറിയൊരു ഉരുളിയുണ്ട്, കൈയുരുളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ എക്സാക്ട് മലയാള ഹിന്ദി ഒന്നും അറിയാല. അതിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പല വീടുകളുണ്ട്. നമ്മൾ ചതയ്ക്കുക. ഇവന് ഈ ബെഞ്ചെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുക. അപ്പോൾ ഇടിക്കുക. ഞാൻ അവനോട് ചോദിച്ചത്, ഹലോ ഭയ്യ, ഒരു കാര്യം ചെയ്യാം,
സൗണ്ട് ഇല്ലാതെ ഒന്ന് ഇടിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് എടുത്തു? സൗണ്ട് ഇല്ലാതെ ഈ പടോ ഒച്ചയില്ലാതെ എന്ത് ചെയ്തു? ഇത് ഇടിച്ച് പൊളിച്ചു. പിന്നെ പറഞ്ഞു ഇതുപോലെ അങ്ങ് പൊളിച്ചാൽ മതി, ഒച്ച വെക്കണം. ആശയം മനസ്സിലായോ? ഒരു കാര്യത്തെ വിവേകത്തോടുകൂടെ നമുക്ക് എങ്ങനെ ഇടപെടും ആ വിശുദ്ധതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രശ്നത്തെയും നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ സഭയിലായിക്കൊള്ളട്ടെ, സഹോദരന്മാരുടെ ഇടയിലായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നത്തെയും വിവേകത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ നാം ഇടപെടുന്നവരായിരിക്കണം. അതാണ് ആത്മീയ പക്വതയിലേക്ക് നാം വളരേണ്ടതെന്ന് ദൈവവചനം നമ്മെ ശാസിക്കുന്നതും നമ്മെ അറിയിക്കുന്നതുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ പക്വത നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചുമ്മാ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഒച്ച വെച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ കാര്യം എന്തെങ്കിലും പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രതികരണം എന്താണ്? അല്ലറി വിളിച്ച് അവിടെ ആകെ ബഹളം വെക്കും. അതുപോലെ ആകരുത്. വിവേകത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നവരായിരിക്കും. ഒരു വിഷയത്തെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് എന്തെന്ന്, അതിന്റെ പോസിറ്റീവ് എന്തെന്ന്, അതിന്റെ പരിണിത ഫലം എന്തെന്ന് പഠിച്ചിട്ട് വേണം ആ വിഷയങ്ങളെ ഇടപെടുവാന്, തർക്കങ്ങളിലേക്ക് വരുവാന്. അതിന് വിവേകത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ നാം ഇടപെടുവാണ്. മൂന്നാമതായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീക പക്വത നമ്മളിൽ ഉണ്ടാകണം. നാലാമതായിട്ട് 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട സമയം കുറവാണല്ലോ. അവിടെ പറയുന്നത് പശ്ചാത്താപമില്ലാത്തതും പിന്മാറ്റവും. 6-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പൗലോസ് അവനോട് പറയുമ്പോൾ നോക്കണമേ, പറയുകയാണ് പശ്ചാത്താപമില്ലാത്തത് പിന്മാറ്റത്തിന്റെ അവസ്ഥ. അപ്പോൾ ഈ പിന്മാറ്റത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തിന്റെ ഹൃദയമില്ലാത്ത അവസ്ഥ അത് നമ്മെ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തങ്ങൾക്ക് തന്നെ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും ഞാനും നിങ്ങളും പിന്മാറിപ്പോയാൽ എന്റെ കർത്താവിനെ നിങ്ങൾ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയാണ്. ഒരിക്കൽ എന്റെ പാപത്തിനു വേണ്ടി അവൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങൾ പിന്മാറിപ്പോയാൽ ഓർക്കണമേ, നമ്മൾ വീണ്ടും നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്യുകയാണ്? വീണ്ടും നമ്മൾ ക്രൂശീകരിക്കുകയാണ്. പറയുകയാണ് അവന് ലോക അപവാദവും വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ ഭാഗം പഠിക്കുമ്പോൾ ഇച്ചിരി കട്ടിയാണ്. ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഒരിക്കൽ രക്ഷ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോയതിന് പിന്നത്തേതിൽ പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ് എബ്രായ ലേഖനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. മറ്റു ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന ഒരു ദൈവം മനസ്സറിവുള്ളൊരു ദൈവമാണ്. എപ്പോഴും നമ്മൾ ഓർത്തോണം. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിലും അവിടെ പറയുന്നുണ്ട് കർത്താവിന്റെ വരവിന്റെ താമസം എന്തുകൊണ്ടാണ്? ചിലർ കൂടി മാനസാന്തരപ്പെടേണ്ടതിന്, ചിലർ കൂടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടതിന്, ചില പിന്മാറ്റക്കാർ മടങ്ങി വരേണ്ടതിന്
എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് deliberately if we commit the sin, അറിഞ്ഞുകൊണ്ട് നാം പാപം ചെയ്തു കഴിഞ്ഞാൽ മനഃപൂർവമായിട്ട് നാം പാപം ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്നെയും നിങ്ങളെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകുവാനല്ല എന്റെ ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചു ഓർമ്മിച്ചിരിക്കുന്നത്. അവനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് ഓർമ്മിച്ചിരിക്കുന്നത്. 10-ാം അധ്യായം 10-ാം അധ്യായം 26 മുതൽ 29 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 10-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമേ ഉള്ളൂ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനഃപൂർവ്വം പാപം ചെയ്യരുത്. ഇസ്രായേൽ മക്കള് മനഃപൂർവ്വം പാപം ചെയ്തപ്പോൾ മനഃപൂർവ്വം പാപം ചെയ്തപ്പോൾ അവനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയുടെ മകനോടും ദൈവത്തോടും മത്സരിച്ച കോരഹിനെയും അവന്റെ കൂട്ടാളികളെയും എന്നേക്കുമായി സാധാരണ സംഭവത്തിലൂടെ ദൈവം അവരെ നശിപ്പിച്ചുവെന്ന് ന്യായപ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം ഒരിക്കൽ നമ്മൾക്ക് ലഭിച്ചിട്ട് വീണ്ടും മനഃപൂർവ്വം നാം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ദൈവത്തിന്റെ ക്രോധാഗ്നിയെ ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് നമ്മളെ ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ മനഃപൂർവ്വം പാപം ചെയ്യരുത്. ആറാമതായിട്ട് ലേഖനം 12-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അലസത, അൺഡിസിപ്ലിൻ. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയില് അലസത പാടില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അൺഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കുന്നവരെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഒരു ഊണിന് ആരും ജ്യേഷ്ഠമായ ശ്രമിച്ചു. ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം അലംഭാവം, അലസല, എനിക്കുള്ള എന്റെ അവകാശത്തെ കേവലം ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടി വിട്ടുകളാൽ പിന്നത്തേതിൽ നമുക്കതിനെ പ്രാപിക്കുവാന് അതിനെ നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് എന്റെ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ക്രിസ്തു എന്നുള്ള ഭാഗ്യത്തെ ഈ ലോകത്തിന്റെ താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി വിട്ടുകളയാതെ അതിനെ സൂക്ഷിക്കുന്നവരായിരിക്കണം, അലസതയുള്ളവരായിരിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 12-ാം അധ്യായം അതിന്റെ 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവവചനത്തെ തുച്ഛീകരിക്കുന്നത്. 7-ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവവചനത്തെ നാം തുച്ഛീകരിക്കരുത്. 12-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എന്ന് വായിക്കും. അരുളി ചെയ്തവനെ
നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം ദൈവവചനത്തെ തുച്ഛീകരിക്കും. അഭിഷേകത്തിന് മുന്നിലുള്ള പശ്ചാത്തലം മോശ ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് കോട്ട് ചെയ്തത് മോശയുടെ ന്യായപ്രമാണത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആമേൻ തന്റെ ജനത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആമേൻ ഇവിടെ പറയുകയാണ്, ആമേൻ അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവേൻ, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ ആമേൻ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ആമേൻ ദൈവവചനത്തെ നാം തുച്ഛീകരിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തെ ആമേൻ സ്തോത്രം അരുളി ചെയ്ത നമ്മുടെ കർത്താവിനെ ആമേൻ നമ്മൾ തുച്ഛീകരിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ശിക്ഷാവിധി ആമേൻ അതിഭയങ്കരമാണെന്ന് ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതേ ദൈവമക്കളെ, ഞാൻ വാക്കുകളുടെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആമേൻ ദൈവവചനത്തില് ആമേൻ സ്തോത്രം അനുദിനം നാം വളരുന്നവരായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തെ ആമേൻ സ്തോത്രം പക്വതയോടെ ആമേൻ ജ്ഞാനത്തോടെ നമ്മൾ അതിനെ കൊണ്ടു നടക്കുവാനായി ഇടയാകണം. ആമേൻ സ്തോത്രം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവിശ്വാസമുള്ള ഒരു ഹൃദയമല്ല, ആമേൻ വിശ്വാസമുള്ള ഒരു ഹൃദയം ആമേൻ നമ്മളെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയെ ആമേൻ സ്തോത്രം ആമേൻ പൊട്ടിപ്പോകാതെ ആമേൻ തകർന്നു പോകാതെ ആമേൻ അതിനെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്ര അങ്ങനെ വെറും ഒരു യാത്രയല്ല, അത് വാഴ്ത്തത്ത നാട്ടിലേക്കുള്ളത്. എനിക്ക് നിങ്ങൾക്കുമായി ദൈവം ആമേൻ നൽകി തന്നിരിക്കുന്ന വാഴ്ത്തത്വം ഉള്ള നാട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നാം ആരും ആമേൻ പറ്റുപോകാതെ ആമേൻ വഴിയിൽ ഇടറി വീഴാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്നതേപോലെ എത്തുവാനുള്ള ഓട്ടം നാം സ്ഥിരതയോടെ ഓടുവാനായി ഇടയാകണം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആമേൻ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.